ഇന്ന് പോയ കാര്യം ലൈഫിൽ സക്സസ് ആയാൽ എൻ്റെ ലക്കായിരിക്കും. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, ഒരു മീറ്റിംഗ് അത്ര തന്നെ. നമ്മൾക്കങ്ങനെ ഇനി മുന്നോട്ട് അങ്ങനെ തന്നെയായിരിക്കും. ഓരോ മീറ്റിംഗ് ഉണ്ടാവും, ഓരോ വർക്കിന് ഓരോ മീറ്റിംഗ് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, ചിലപ്പോൾ ഹാഫ് ആൻ അവർ ഒക്കെ മീറ്റിംഗ് ഉണ്ടാവാം. ഇന്നൊരു 10-15 മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനവിടെ പോവുക, ഒരു 15 മിനിറ്റ് നമ്മൾ ഡ്രിങ്ക്സ് കുടിച്ചു, ജ്യൂസ് കുടിച്ചു. ഞങ്ങൾ കാര്യം സംസാരിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഓക്കെ ആണ്, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇനി അവരാണ് ഡിസിഷൻ എടുക്കേണ്ടത്. കിട്ടിയാൽ എൻ്റെ ലക്ക്, കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. ഇവിടെ ചക്കര പ്രാർത്ഥിച്ചേ കിട്ടാം. നമുക്കൊക്കെ പിന്നെ ലക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്കൊരു ഭാഗ്യം വന്നാൽ എൻ്റെ കൂട്ടത്തിലുള്ളവരെ കൂടെ ഞാൻ ചേർക്കും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ അത് ഒരു കാര്യം, അത് ഇവിടെ നിൽക്കട്ടെ. പിന്നെ ഇന്നുണ്ടായ മൊമെൻ്റ്, അത് ലൈഫിൽ ഭയങ്കര എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. സംഭവം ഒരാളെ ഫോളോ ചെയ്ത് വരിക, നമ്മളെ വീട് വരെ നമ്മുടെ കുറേ ദൂരം ഫോളോ ചെയ്ത് വരിക. അത്രയും ദൂരമൊന്നും ആരും വരില്ല, കുറച്ച് ദൂരം വരുമ്പോഴേ പാട്ടിന് ഞാനൊരു കൈ കൊടുക്കുമ്പോഴേ ആളങ്ങ് പാട്ടിന് മനസ്സിലായോ. പക്ഷെങ്കിൽ ആളെന്നെ പുറകെ ഫോളോ ചെയ്തു. ഇഷ്ടപ്പെട്ടു കേട്ടാ. നീ എൻ്റെ പുറകെ വന്നേനെ ഇഷ്ടമായത്. നീ കുഴപ്പമില്ല, കാണാനൊക്കെ ഭംഗിയുണ്ട് കേട്ടാ. പിന്നെ 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 ആരാ എടിമുത്തേ, നീ പറയുന്നത് ചെയ്യല്ലേടി. എൻ്റെ വീട്ടിനടുത്ത് 2 പേർക്കേ അറിയുള്ളൂ എനിക്ക് ഈ ചാനലുള്ളത്. അവൾക്ക് പേരും മറത്തി എടി പറയുന്നത് ആരാണ്. പിന്നെ വേറൊരു ചേച്ചിയുണ്ട്, രണ്ടാളും പറയില്ല, പാവാണ്. അതുകൊണ്ട് അവർ എല്ലാവർക്കും കൊടുത്ത്. പിന്നെന്താ പിന്നെ ഞാനുണ്ടല്ലോ, അന്ന് ഷോ കഴിഞ്ഞ് വന്നില്ലേ. ഷോ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് നല്ല ഉറക്കം കേട്ടാ. അവിടെ നിന്ന് രാത്രി കയറിയതല്ല. അപ്പോൾ ഭയങ്കര ക്ഷീണത്തിൽ ഞാനിവിടെ നല്ല ഉറക്കമായിരുന്നു. അപ്പോഴുണ്ട് എൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് ഒരാളെത്തി. ഇരുന്ന ആള് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആളെത്തി. ഇപ്പം ഞാൻ എന്താക്കി, കുറച്ചുകൂടെ നമ്മൾ ഒതുങ്ങിയിരിക്കണമല്ലോ ആൾ വന്നപ്പോഴേക്ക്. അപ്പം ഇങ്ങനെ ഇയാളെ ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ, ഇയാൾ പിന്നെ എന്തോ ഒരു നോട്ടം ഭയങ്കര ഒരു ഇഷ്ടപ്പെടാത്ത നോട്ടം എനിക്ക് കണ്ടപ്പോഴേ. കുറച്ച് ഏജ്ഡായ ഒരു മനുഷ്യനാണ്, 60 വയസ്സുണ്ട്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ അങ്ങ് മാറുന്നു, കള്ള് മണക്കുന്നു, ബ്രാൻഡ് ബിയർ അങ്ങനത്തെ സാധനങ്ങൾ കുടിച്ചേക്കുന്നു. എനിക്ക് കുടിക്കുന്നവനോട് തരുന്നില്ല, അത് അവരുടെ ഇഷ്ടം, കുടിക്കട്ടെ. പക്ഷേങ്കിൽ ഒരു നോട്ടം എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാളെ ഇവിടെ ഞാൻ ഇരുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടുപോയിട്ടാ. അയാൾ പെട്ടില്ലേ. അയാളൊരു വാശി, ഞാനിവിടെ ഇരിക്കുള്ളൂ, എൻ്റെ സീറ്റ് ചെയ്ത് ഞാനിവിടെ ഇരിക്കുള്ളൂ. ഞാൻ പറയും ഇരുത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇരിക്കും. ഞാൻ പറഞ്ഞു ഇരുത്തൂല, താൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഞാൻ പിടിച്ച് പുറത്തുള്ളൂ എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ പിടിച്ച് പുറത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അപ്പം ഞാൻ ഇരിക്കും. പിന്നെ ഇത് ഇരിക്കാൻ വേണ്ടി തന്നെയാണ് സീറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. ഇത് എനിക്ക് ഇരിക്കാനുള്ള സീറ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ശരി, നിന്നെ ഞാൻ ഇവിടെ ഇരുത്തൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. കുടിച്ചിട്ട് ലഗാനും ഇല്ലാണ്ടല്ല വന്നിരിക്കേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു, നീറ്റായിട്ട് വന്നിരിക്കണമായിരുന്നു. നിങ്ങളെ ഈ കണ്ടീഷനിൽ ഞാൻ എങ്ങനെ എൻ്റെ അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞു. ഈ കണ്ടീഷനിൽ ഞാൻ ഇരുത്തില്ല, ഇത്രയും കുടിച്ചിട്ട് ഞാൻ നിങ്ങളെ ഇരുത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കറിയില്ല, അയാളെ ഇനി പറയാനൊന്നുമില്ല. ഞാൻ അത്രയും കിടന്ന് വെച്ച് എനിക്ക് ഒന്നാം എൻ്റെ ഉറക്കം പോയത്. എനിക്ക് ചായ കിട്ടിയില്ല. ഇത് രണ്ടും എനിക്ക് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴയാളെ കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം തന്നെ. അപ്പം അതുകൂടെ കണ്ടുകൊണ്ടല്ലേ ഇയാളെ എൻ്റെ തലയടിച്ച് ചുമരിലിടിക്കാനുള്ള ദേഷ്യം തോന്നി. ഞാൻ പിന്നെ ഭയങ്കര വീട്ടിൽ കിടന്ന് വയലൻ്റായി ഞാൻ കേട്ടാ. ഞാൻ പറഞ്ഞു ഇനി ഇരുത്തൂല എന്ന് വെച്ചാൽ ഇരുത്തൂല എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ഇരിക്കും സെയിം എൻ്റെ പോലെ ഭാഷയാണ്. ഞാൻ ഇരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇരിക്കണം, ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. അടിച്ച് തള്ളുമെന്ന് പറഞ്ഞു. നിന്നെ അടിക്കും ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരോ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തി. ഞാനല്ലേ പോലീസിനെ വിളിക്കാനായിട്ട് ഞാൻ നമ്പർ എടുക്കുകയായിരുന്നു. ഇത്രയും കുടിച്ചിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. കുടിച്ചിട്ടുണ്ട് നല്ലോണം. പിന്നെ അയാളും റൂൾസ് പറയുന്നത്, ഞാനും റൂൾസ് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാനെന്താക്കി, പിന്നെ
ആരും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം പിടിച്ചു പോയി. അപ്പോൾ അപ്പോഴുണ്ട് ഇയാളെ എങ്ങോട്ടാ പിടിച്ചോട്ടെ, ഇവിടെ ഇയാളെ കണ്ടില്ല, മനസ്സിലായി. പിന്നെ ഞാനിപ്പോൾ ഇയാളെ ശ്രദ്ധിക്കാൻ പോയില്ല. നോക്കുമ്പോൾ എല്ലാ പെമ്പിള്ളേരും എണീച്ച് എനിക്ക് ക്ലാപ്പ് ചെയ്തു, മനസ്സിലായോ. നന്നായി നന്നായി നന്നായി. ഞാൻ പറഞ്ഞു എല്ലാവരും ഇതുപോലെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു. കള്ള് കുടിയന്മാരെയൊന്നും പിടിച്ച് അടുത്തിരുത്തേണ്ട ആവശ്യമില്ല. കള്ള് കുടിച്ചിട്ട് മാന്യമായി ഇരിക്കുന്നവരുണ്ട് കേട്ടോ. എൻ്റെ അടുത്തൊക്കെ വന്നിരുന്നിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മളെ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അതും ഓക്കെ. പക്ഷെ ഇതൊക്കെ വരുമ്പോഴേ നമ്മളെ നോക്കുന്ന ബ്രസ്റ്റിലോട്ട്, നമ്മുടെ അവിടെ ഇവിടെയൊക്കെയാണ് നോക്കുന്നത്. എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ മര്യാദയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ അടിച്ച് ചെകിടടിച്ച് പൊട്ടിക്കും. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നു, ഞാൻ ഇതിനു മുന്നേ ട്രെയിനിൽ ഇതുപോലെ എന്നെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു 4-5 തവണയായി നീ എന്നെ നോക്കുന്നു, ഇനി നോക്കിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചെകിട അടിച്ച് പൊട്ടിക്കൂടാന്ന് പറഞ്ഞു. പിന്നെ അവൻ എവിടേച്ചു പോയി. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ പ്രതികരിക്കണം. അയ്യോ നമ്മളെ നോക്കി എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണുങ്ങൾക്കും ഉണ്ട് നെഞ്ച്. നമുക്കൊരു ഇച്ചിരി കൂടുതൽ, ഇച്ചിരിയെല്ലാം ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം. പിന്നെ നമ്മൾ ആണുങ്ങളെ ചെന്ന് നമ്മൾ അവർ നെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നില്ലെല്ലാം നമ്മളൊന്നും ചോദിക്കുന്നുണ്ടാ, കാണിച്ചതാന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അത്രയും നിങ്ങൾ വിചാരിച്ചത് പെണ്ണുങ്ങൾക്ക് ഇച്ചിരി കൂടുതലുണ്ട്, ആണുങ്ങൾക്കില്ല. ഇതിൽ നോക്കാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ പൊതിഞ്ഞു കൂടി കെട്ടുമ്പോഴാണ് എന്താണ് അതിനകത്തൊന്നും അറിയാനുള്ള ആകാംക്ഷ. ഓക്കെ, ഇത് കവർ ചെയ്യുന്നവർ കവർ ചെയ്തോട്ടെ, അല്ലാത്തവർ എൻ്റെ ഇഷ്ടം. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്തുള്ളൂ. ഏതവനെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം നോക്കട്ടെ. ആ പെണ്ണാണെന്ന് ആണുങ്ങൾ നോക്കും. ഓക്കെ, നോക്കിക്കാൻ അതിന് പ്രശ്നമില്ല. പക്ഷേ ആ നോട്ടത്തിൽ പിന്നെയും വശവശം ഉണ്ടെങ്കിൽ അടി പിടിച്ച് വാങ്ങിയിട്ട് തിരിച്ചു പോകുള്ളൂ. നോട്ടം നമ്മുടെ പെണ്ണുങ്ങൾ ആസ്വദിക്കും. നമ്മളെ നോക്കുന്ന നോട്ടം നമ്മളും ആസ്വദിക്കും അവർ നോക്കുമ്പോൾ. പക്ഷെ വൾഗറായിട്ട് വീണ്ടും വീണ്ടും നമ്മളെ പുറകെ നടന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സഹിക്കില്ല, നമ്മളത് വെച്ച് കുറപ്പിക്കില്ല എന്ന് വേണം നിങ്ങൾ അറിയാൻ. അതുകൊണ്ട് ആമ്പിള്ളേരുടെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ചും കണ്ടും വേണം വീണ്ടും വീണ്ടും നോക്കാൻ, മനസ്സിലായോ?